എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പടച്ചവനെ ഇന്ന് നിങ്ങളുടെ നിക്കാഹുകൾ വല്ലാത്തതാ. പടച്ചവനെ കടമെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ടാണെങ്കിലും തന്റെ പൊന്നാര മക്കളുടെ വിവാഹം ആർഭാടമാക്കുന്ന മാതാപിതാക്കളോട് എന്തെല്ലാം അനാചാരങ്ങളോ ഈ സമുദായത്തെ പോലും നാണം കെടുത്തുന്ന രീതിയില് പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയില് പടച്ചവനെ എന്തെല്ലാം പേക്കൂത്തുകളാണ്. അല്ലാഹുവേ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. അവിടെ ആണ് പെണ്ണെന്ന വ്യത്യാസമില്ല, പ്രായമുള്ളവർ പ്രായമില്ലാത്തവരെന്ന വ്യത്യാസമില്ല, ചെറുപ്പക്കാരിയും കണക്കാണ്, പടുംകിളവിയും കണക്കാ. അല്ലാഹുവേ പടച്ചവനെ മുടിയെല്ലാം നരച്ചു മരണവങ്കാത്ത് കബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉമ്മയ്ക്ക് പോലും പടച്ചവനെ മക്കളുടെ വിവാഹത്തിന്റെ ആഘോഷമാണ്. അല്ലാഹുവേ പാതിരാത്രി 12 മണി വരെ അയൽവാസികളെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിൽ ആണും പെണ്ണും കിടന്നു ആഘോഷമാണ്. പടച്ചവരെ എന്നിട്ട് എപ്പോഴോ പോയി കിടക്കുകയാ. ലക്ക് കെട്ടി എവിടെയോ 1 മണിക്ക് പോയി കിടക്കുകയാണ്. അവസാനം അല്ലാഹുവേ വിവാഹത്തിന്റെ അന്ന് രാവിലെ 6:30 7 മണിയായി. ആരോ വന്ന് വിളിക്കുന്നടാ, എഴുന്നേക്കടാ, ഇന്ന് നിന്റെ കല്യാണമാ. അല്ലാഹുവേ എത്ര ചെറുപ്പക്കാരാണ് വിവാഹത്തിന്റെ അന്ന് സുബഹി നിസ്കരിക്കുന്നത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹം കൊണ്ട് പറയുകയാ, വിവാഹം കഴിക്കാനിരിക്കുന്ന മക്കളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സ്നേഹം കൊണ്ട് പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം വിവാഹം കഴിക്കല്ലേ മോനെ. സുബഹി നമസ്കരിക്കാത്ത ദിവസം നിന്റെ നിക്കാഹ് നടത്തല്ലൂ. കാരണം എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. സുബഹി നമസ്കരിക്കാത്ത ദിവസമുണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും നന്നാകില്ല. ചെറുപ്പക്കാരാ, മരിക്കുന്നത് വരെ കൊണ്ട് നടക്കേണ്ടതാ പോര്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമായി വിവാഹം നടക്കുന്ന ദിവസം അന്ന് 7 മണി വരെ പോത്തുപോലെ കിടന്നുറങ്ങും. ആരോ വന്ന് വിളിക്കുന്നടാ, നിന്റെ കല്യാണമായി, എഴുന്നേക്കടാ. പടച്ചവനെ ചാടി എഴുന്നേക്കുകയാണ്. അതാ 9 മണിയാകുമ്പോ ഒരു വിഭാഗം വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ വിവാഹത്തിന്റെ തലേ ദിവസം വരെ സ്വന്തമായിട്ട് കുളിച്ചവരാ. പക്ഷേ വിവാഹത്തിന്റെ അന്നവന്റെ കൂട്ടുകാര് മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്നത് പോലെ ഒരു വിഭാഗം വീട്ടിലേക്ക് കടന്നു വരികയാ. ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചവനെ അന്ന് കൂട്ടുകാര് കുളിപ്പിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ കുളിപ്പിച്ചു. എന്നിട്ടെടുത്ത് വീടിനകത്ത് കൊണ്ടുപോയിട്ട് റബ്ബേ, കഫം പൊതിയുന്നത് പോലെ അവനതാ വസ്ത്രം ഇടിയിപ്പിക്കുകയാണ്. പടച്ചവനെ കൂട്ടുകാര് തീരുമാനിക്കും അവനെന്തിടണമെന്ന്. പടച്ചവനെ മയ്യത്ത് പൊതിയുന്നത് പോലെ പൊതിയുകയാണ്. എന്നിട്ടൊരു കോമാളിയെ പോലെ അവനെ ഇറക്കിക്കൊണ്ട് വന്നിരുത്തുകയാ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കഴിഞ്ഞു. അവസാനം ബിരിയാണിയും തിന്നിട്ട് പിന്നെ ഒരു ഘോഷയാത്രയുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ ഘോഷയാത്ര പല രീതിയിലാ. JCBക്കകത്ത് ആണിനെയും പെണ്ണിനെയും ഇരുത്തി കൊണ്ടുവരുന്നവരുണ്ട്, സൈക്കിളിൽ കൊണ്ടുവരുന്നവരുണ്ട്, JCBക്കകത്തിരുത്തി കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് റോഡിലൂടെ കൊണ്ടുവരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വാഹനങ്ങളെ നിരത്തിയിട്ട് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റബ്ബേ വിവാഹം നടത്തിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. എന്നിട്ട് അവസാനം അല്ലാഹുവേ വൈകുന്നേരം വീട്ടിൽ വന്നു കയറി. അവസാനം പാതിരാത്രി എല്ലാ തിരക്കും കഴിഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് കയറുമ്പോ ആ സമയത്ത് പോലും പടച്ചവര് മണിയറയുടെ കട്ടിലിന്റെ കടിയിൽ കയറിയിരിക്കുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ സ്വപ്നത്തിൽ പോലും കരുതണ്ടടാ, നിനക്കൊരു നല്ല സന്താനം ജനിക്കൂല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരെണ്ണമാ വയറ്റിൽ നിന്ന് പറക്കൂല. കാരണം എന്തെന്നറിയുമോ? നിന്റെ വിവാഹത്തിന് വന്നവര് മുഴുവനും നിന്റെ വാപ്പ വെച്ച് കൊടുത്ത ബിരിയാണിയും തിന്ന് തലയിൽ കൈവച്ചിട്ട് ശപിച്ചിട്ടാ പൊന്നുമോളെ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
അല്ലാഹുവേ പടച്ചറപ്പേ, വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? വാപ്പ മിണ്ടൂല, ഉമ്മ മിണ്ടൂല, കൂടപ്പറപ്പ് മിണ്ടൂല, എന്തിന് കെട്ടിയ ഭർത്താവ് പോലും മിണ്ടാതെ നിന്ന് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഏത് രംഗമെന്നറിയുമോ? പടച്ചവനെ കെട്ടുകടിഞ്ഞ പിന്നെ ഓഡിറ്റോറിയത്തില് പടച്ചവനെ പിന്നെ സെൽഫി എടുക്കാനുള്ള സമയമാ. അല്ലാഹുവേ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും ആ പെണ്ണിന്റെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല. കെട്ടിയവൻ പോലും തന്റെ ഭാര്യയുടെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല. അല്ലാഹുവേ, ഓഡിറ്റോറിയത്തിൽ അല്ലാഹുവേ കെട്ടിയ പെണ്ണിന് അടാ എന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ വിളിച്ചിട്ട് കണ്ട ചെറുപ്പക്കാരുടെ നടുവിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ നിർത്തുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നിന്ന് കൊടുക്കുന്ന പെണ്ണ്, നിന്ന് കൊടുക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള്? കണ്ടവന്മാരുടെ നടുവത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്ന പെണ്ണ്? നീ അല്ലാഹുവിനെ പേടിയുള്ളവളല്ലേ? മരിക്കേണ്ടവളാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ, വിവാഹം സ്വപ്നമാടാ പൊന്നുമോന്, വിവാഹം സ്വപ്നമാമോന്. എത്ര കൊല്ലം കൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നവരാ. നീ കെട്ടുന്ന പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുവോ? ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. കൊതിക്കണമടാ ചെറുപ്പക്കാരാ, കൊതിക്കണമടാ ചെറുപ്പക്കാരാ. ഏത് മണവാട്ടി എന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങൾ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു. പടച്ചവരെ, വീടിന്റെ അകത്തേക്ക് ഫാത്തിമ കടന്നു കഴിഞ്ഞപ്പോ അലിയാർ തങ്ങള് വാതിലടച്ചു. കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കണയ്ക്കുകയാ. അല്ലാഹുവേ, മണിയറയ്ക്കകത്ത് വിളക്കണച്ചു കളഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കര കരച്ചില് കേൾക്കുകയാ. അതാ മണിയറയ്ക്കകത്തൊരു പെണ്ണിന്റെ കരച്ചില് കേൾക്കുകയാണ്. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ റാണി തന്റെ കൈയെടുത്ത് അലിയാർ തങ്ങളുടെ ബാബത്തെ പിടിച്ചിട്ട്, അങ്ങനെ പറയില്ല അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് അലിയേ. അലിയാർ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ, ഇന്ന് നമ്മുടെ അതിരാത്രിയാണല്ലോ. ഈ മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോ ഇതിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഈ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. ആ സമയം എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, ഇനി നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് 6 അടി മണ്ണിനകത്ത്, ഒരാള് ഭൂമിയുടെ മുകളിൽ, ഒരാള് കബറിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയുണ്ടല്ലോ. അലിയേ, അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ. അല്ലാഹുവേ, ആ ഇരുള് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ശരിക്കും മുഖത്തോടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ ഞെരുക്കത്തെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അലിയേ,
മണിയറയാക്കേണ്ടത് ഇതല്ല അലിയേ, മണിയറയാക്കേണ്ടത് ഇതല്ല അലിയേ. അലിയേ, മണിയറയാക്കേണ്ടത് മണ്ണറയാ. നമ്മുടെ മണ്ണറ നമുക്ക് മണിയറയാക്കണ്ട്. അതിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ട്. കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണ്ട്. നമ്മുടെ ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബർ കെട്ടിപ്പിടിക്കണ്ട്. കബർ കണ്ണെത്താ ദൂരത്തിലേക്ക് വിശാലമാകണ്ട്. സ്വർഗത്തിന്റെ പരിമളം കബറിനകത്ത് അടിച്ചു വീശണ്ട്. കബറിനകത്ത് വരുന്ന മലക്കുകൾ അവസാന പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങടാ എന്ന് മലക്കുകൾ പറയുന്നത് കേൾക്കേണ്ടേ അലിയേ. മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണിയറയ്ക്കകത്തേക്ക് കിടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച് കൊടുത്തിട്ട് അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയോ, ഇന്ന് നമുക്കൊന്ന് നിസ്കരിക്കാമലിയൂ, നമുക്കിന്ന് ഖുർആൻ ഓതാമലിയൂ, ഇന്ന് പാതിരാത്രി നമുക്ക് രണ്ടുപേർക്ക് പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്യാമലിയേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ദീനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെയോ വിഭാഗം കഴിഞ്ഞ് അതിരാത്രിയില് മണിയറയ്ക്കകത്തേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കണമിക്ക, ഇന്നത്തെ ദിവസം സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വഖത്തെന്ന് കളയാക്കിയിട്ടുണ്ടോ? നിസ്കരിച്ചിട്ട് തുടങ്ങാവിക്ക എന്ന് പറയുന്ന ഒരു പെണ്ണാണ് മാറേണ്ടത്. അങ്ങനെ ഒരു പെണ്ണാണ് ചെറുപ്പക്കാരാ ജീവിതത്തിൽ വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഓഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ നിന്ന് കൊടുക്കുന്ന മുസ്ലിം പെണ്ണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് പടച്ചവന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവളല്ലേ എന്റെ പ്രിയമുള്ള പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാര് തങ്ങളെ, ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, എന്നെ രാത്രിയിലേ കബറടക്കാവൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, പകലെന്നെ കബറടക്കാൻ പാടില്ല, രാത്രിയിലേ കബറടക്കാവൂ. അലിയാര് തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഫാത്തിമ, കാരണം എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാറുള്ള കാരണം എന്താ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, അലിയാര് തങ്ങള്, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ മറ്റൊരു പുരുഷനും കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ. വെള്ള തുണികൾ പൊതിഞ്ഞെന്നെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാടുവല്ലോ അലിയേ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനും തന്റെ വടിവ് കാണാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പെങ്ങള്, നിനക്കല്ലാഹു തരുമോ മോള്, നിനക്കല്ലാഹു തരുമോ മോള്? അതുകൊണ്ട് എന്റെ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട്, പണക്കൊടുപ്പ് കാണിക്കുന്നവരോട്, എന്റെ പ്രിയമുള്ളവരെ, ജീവിതം സന്തോഷമാകാ പണം വേണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീട് വേണമെന്നില്ല, മനസ്സ് മതി പെങ്ങള്, മനസ്സ് മതി പെങ്ങള്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം മരണത്തിന്റെ സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാ. എന്നിട്ട് പറയുന്നു, അലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുവോ, എനിക്കൊന്ന് പൊരുത്തം തരുവോ? എപ്പോഴെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ അലിയേ.
ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയുടെ ബാബുത്തി പിടിച്ചിട്ട് പറയുന്നു, നീ എങ്ങനെ പറയല്ലേ ഫാത്തിമ, നീ എന്നോടങ്ങനെ ചോദിക്കല്ലേ ഫാത്തിമ, എനിക്ക് സഹിക്കാൻ കഴിയില്ല ഫാത്തിമ. ഇവർക്ക് പണമില്ലായിരുന്നു പെണ്ണ്, വാഹനങ്ങളില്ലായിരുന്നു പെണ്ണ്, കൊട്ടാരമില്ലായിരുന്നു പെണ്ണ്. ഫാത്തിമ ബീവിയുടെ ജീവിതം എങ്ങനെയെന്നറിയുവോ? അള്ളാന്റെ റസൂല് ചരിത്രം പറയുകയാ, പെങ്ങളെ ഫാത്തിമയുടെ ജീവിതം എങ്ങനെയെന്നറിയുവോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ. ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമോ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് വല്ലാത്ത കരച്ചലാ. അള്ളാന്റെ റസൂല് വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, മക്കള് കരയുന്നത് കേട്ടില്ലേ പൊന്നുമോള്? കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കു ഫാത്തിമ, അവർക്ക് പാല് കൊടുക്കു ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂല് തന്റെ പൊന്നാളുടെ മകളുടെ വീടിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് പോവുകയാ. പടച്ചവര്, നമസ്കാരം നടക്കുമ്പോഴും വീടിനകത്ത് വല്ലാത്ത കരച്ചലാട്. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, മോളെ പാല് കൊടുക്കും മോളെ. പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടില്ലേ? സഹാബത്തിന്റെ മുന്നിലിരുന്ന് ഉപദേശം കൊടുക്കുമ്പോ ആ സമയത്തും വീടിനകത്ത് വല്ലാത്ത കരച്ചലാട്. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും കരച്ചലിന്റെ ശബ്ദം അതോ വല്ലാതെ കൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യം തോന്നി. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ പൊന്നാര മകളുടെ വീടിനകത്ത് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ ഒരുപാട് വഴക്ക് പറയുകയാ. കരുണയില്ലാതെ പോയോ ഫാത്തിമോ? നൊന്ത് പ്രസവിച്ച പൊന്നാര മക്കള് കിടന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാർ, അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കാർ നിനക്ക് മനസ്സില്ലാതെ പോയോ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വാപ്പയാണല്ലോ പറയുന്നത്. വല്ലാത്ത വേദനയോട് ഫാത്തിമ ബീവി ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. മുഖം പൊത്തിപ്പിടിച്ചിട്ട് പൊന്നാര മകളിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂലിന് സങ്കടം തോന്നി. അടുത്തേക്ക് വന്നു, ശബ്ദമതാ താഴ്ത്തിയിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തേ മോളെ കരയുന്നത്? നീ എന്തേ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തത്? ഇവർക്ക് എന്തേ മോളെ പാല് കൊടുക്കാത്തത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായിപ്പാ. ഞാനും എന്റെ ഭർത്താവും മക്കളും കാരക്കയും പച്ചവെള്ളവും കുടിച്ചു കൊണ്ടാട് കഴിയുന്നത്. അതും തീർന്നു പോയി വാപ്പാ. എന്റെ പൊന്നാര മക്കള് വിശന്ന് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ ഞാൻ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവര് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലെ പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. ഒരു പെണ്ണിന്റെ പാല് പറ്റിയിട്ട് മാറിടത്തിലൂടെ രക്തം വരുന്ന രീതിയിൽ പട്ടിടിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു വാപ്പയല്ലേ റസൂലുള്ളാഹിന്റെ കണ്ണങ്ങ് നിറയുകയാണ്. വീടിനകത്ത് നിന്ന് മിണ്ടാതെ ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ റസൂല് നടക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു. അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യനറിയില്ല ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്. അവിടെ നിന്ന് ചോദിച്ചു, എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാ. ആരാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ്. ആ മനുഷ്യൻ പറഞ്ഞ്, ഈ കാണുന്ന ഈന്തപ്പന മരങ്ങൾ മുഴുവനും വെള്ളം കൂരി നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കുകയാണ്. തൊട്ടിയും കയറും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് വെള്ളം കോരുകയാ. എന്റെ പ്രിയമുള്ളവരെ, 3 തൊട്ടി വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ
റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിലേക്ക് വീണു പോവുകയാ. പിന്നെ പറയേണ്ടതില്ലല്ലോ, യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അള്ളാന്റെ റസൂലിനെ തല്ലുകയാണ്, ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാണ്. പക്ഷേ പ്രവാചകനൊന്നും മിണ്ടിയില്ല. കാരണം തന്റെ പൊന്നാര മക്കളുടെ മുഖമാണ് ഓർമ്മ വന്നത്. അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്ത് യഹൂദിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ച്, എന്റെ കൂലിയൊന്നു തരുവോ? മുഖമല്ലാ ചുമന്ന് തുടുത്ത് കിടക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലിയൊന്നു തരുവോ? ആ മനുഷ്യനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാ ഈ മനുഷ്യനാരാ? അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് 9 കാരക്കയെടുത്ത് വെച്ചു കൊടുത്തു. റസൂലുള്ള തല്ലി അവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് 9 കാരക്കയും കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന 2 പെഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിത്തട്ടിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ കാരക്ക പൊളിച്ചു കൊടുക്കുകയാ. അള്ളാഹുവേ, ആർത്തിയോടെ ഹസനും ഹുസൈനും കഴിക്കുകയാ. അവര് വയറ് നിറച്ച ഭക്ഷണമല്ല കഴിക്കുന്നത്, ബിരിയാണിയല്ല കഴിക്കുന്നത്. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. അല്ലാഹുവേ, ആ മക്കളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അവിടെ വയറിനകത്തേക്ക് അല്പം ഭക്ഷണം എത്തിക്കഴിയുമ്പോ 2 മക്കളും ഒന്ന് ചിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം വല്ലാതെ പ്രകാശിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ബാക്കി വന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് വിളിച്ചു, മോളെ ഫാത്തിമ. അല്ലാഹുവേ, പട്ടിണി കിടക്കുന്ന പൊന്നുമോളുടെ കയ്യിലേക്ക് ബാക്കി വന്ന കാരക്കയെടുത്ത് വെച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അലിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ഇതുപോലെ പട്ടിണി കിടന്നപ്പോഴും അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിന്റെ ഭർത്താവിന്റെ മനസ്സ് നീ വേദനിപ്പിക്കല്ലേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനാ? അവസാനം മരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പൊട്ടിക്കരഞ്ഞിട്ട് യാത്ര ചോദിക്കുകയാ. പിരിയാ മനസ്സില്ല, പിരിയാ മനസ്സില്ല. ഏത് വാപ്പയുടെ മകളാ, ഏത് വാപ്പയുടെ മകളാ? അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ. വാപ്പ പോയത് എങ്ങനെയെന്നറിയുമോ? 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്തിങ്ങനെ ചാരിയിരുന്നിട്ട്, തന്റെ ഭാര്യയുടെ നെഞ്ചത്തിങ്ങനെ ചാരിയിരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് യോഗത്തോട് യാത്ര പറഞ്ഞപ്പോ ആ വാപ്പയുടെ പൊന്നാര മകളുണ്ടല്ലോ, ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് യാത്ര പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ. മോനെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരുത്തൻ നിനക്ക് വേണ്ടേ പോര്? പെങ്ങളെ, നിന്റെ വയറ്റിൽ ഒരു നല്ല മക്കള് ജനിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? അള്ളാന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാവൂ. 2, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ